നിങ്ങൾക്ക് ഇങ്ങനെ വരാറുണ്ടോ? ഇത് ആർക്ക് എപ്പോൾ വേണമെങ്കിലും വരാവുന്നതേ ഉള്ളൂ. എനിക്കിത് വന്നപ്പോൾ എനിക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല, സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട്. ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും ഫുഡ് കഴിക്കാനും സംസാരിക്കാനും ഒക്കെ. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെയാ, ഇത് എന്ത് കാരണങ്ങൾ കൊണ്ടൊക്കെ അത് വരുന്നത് നോക്കിയാലോ. 5 റീസൺസ് ആണ് മെയിൻലി ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് സ്ട്രെസ് ഓർ ആൻസൈറ്റി. എക്സാം ഒക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷനോ വൈറ്റമിൻ കുറവ്. തേർഡ് റീസൺ എന്ന് പറയുന്നത് സ്ലീപ്ലെസ്നെസ്. ഫോർത്ത് റീസൺ ഹോർമോണൽ ചേഞ്ചസ്. ഫിഫ്ത്ത് റീസൺ എന്ന് പറയുന്നത് സം ഡ്രഗ്സ് ഓർ സം മെഡിക്കേഷൻസ്. ഇങ്ങനെ 5 റീസൺസ് കൊണ്ടാണ് മെയിൻലി ഇത് കണ്ടുവരുന്നത്. ഏത് ഏജ് ഗ്രൂപ്പിൽ ഇത് കണ്ടുവരാം എന്ന് വന്നാൽ ഒരു 7 to 14 ഡേയ്സിൽ നോർമലി ഇത് ക്യൂർ ആയി പോകും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സപ്പോർട്ടീവ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ എന്നത് ബോഡിനെ മാക്സിമം ഹൈഡ്രേറ്റഡ് ആയി നിർത്തുക. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കാം, കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സ് എടുക്കാം, ബി കോംപ്ലക്സ് കഴിക്കാം. പിന്നെ ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് സ്ട്രെസ് കുറയ്ക്കുക. സ്ട്രെസ് കൊണ്ട് ഉണ്ടാകുന്നതായിരിക്കും മിക്കവാറും കുറേ ആൾക്കാർക്ക്. അപ്പോൾ സ്ട്രെസ് കണ്ടീഷൻസ് കുറയ്ക്കുക. പിന്നെ നമ്മൾ ഡെയിലി റുട്ടീനൊക്കെ മാറുമ്പോഴായിരിക്കും ചിലർക്ക് വരിക. അതൊന്ന് നോർമൽ ബാക്കിലേക്ക് വരുമ്പോൾ നോർമലി